ഫുഡ് കഴിക്കണ്ടേ? എനക്ക് വേണോ? മുഴുവനും കഴിക്കണം, എന്നാലേ ടോൾ ആൻഡ് സ്ട്രോങ് ആകുള്ളൂ. നല്ല കുട്ടിയല്ലേ, കഴിക്ക്. തൊട്ടു മഴ വരുന്നുണ്ട്, വേഗം കൂട്ടിലേക്ക് തിരിച്ചു പോ. മഴയത്ത് പണിയെടുത്താൽ അച്ഛന്റെ കടയിൽ നിന്ന് ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് കുത്തിവെക്കും. അപ്പം വേദന എടുക്കൂലേ? രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് പോയേ. നീ ഒന്നും പണിയെടുക്കില്ല കേട്ടോ. അച്ഛാ നമുക്ക് മഴവില് കാണാൻ പോയാലോ? ദൈവമേ, എടാ മഴയുണ്ടെങ്കിലല്ലേ മഴവിലുണ്ടാവുള്ളൂ. ആണോ? മഴവില് അച്ഛന്റെ കൂടെ ഇങ്ങനെ കളിച്ചു നടന്നോ? ഒന്നും പഠിക്കണ്ട. അയ്യോ, പ്രാവൻ ഇംഗ്ലീഷ് നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നാടാ? എത്ര പ്രാവശ്യം പറടാ. നിനക്കെന്താടി പ്രാന്തായോ? ഒരു ഇംഗ്ലീഷ് പേരിലാണോ എല്ലാം ഇരിക്കണേ? ഓ സഹായം എത്തി. അയ്യോ എന്റെ പെത്തൊക്കെ. സാറ് വലിയ ഇംഗ്ലീഷ് പ്രൊഫസർ അല്ലേ? എന്നാ പറ, പ്രാവിന്റെ ഇംഗ്ലീഷ് പേരെന്താ? എടി പെണ്ണെ, ഒരു പക്ഷിയുടെ പേരാണ് പ്രാവ്. നിന്റെ പേരെന്താ? പ്രിയ. പ്രിയയുടെ ഇംഗ്ലീഷ് പേരെന്താ? പ്രിയ. ഇത്തവണ പ്രാവിന്റെ പടം മനസ്സിലാവാത്തോണ്ട് കിട്ടിയില്ല. കഴിഞ്ഞ തവണ ലോട്ടിട്ടപ്പോ അതിലും ഇല്ല. ഇനി ആകെപ്പാടെ 2 എണ്ണം കൂടിയേ ഉള്ളൂ. അതെ, അവനെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ മാത്രം കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അരവിന്ദേട്ടന് ഇതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? എടി അവനെ നല്ല സ്കൂളിൽ ചേർക്കാന്നുള്ള എൻ്റെ ആഗ്രഹമല്ലേ. പിന്നെ പണ്ട് മുതലേ ആഗ്രഹങ്ങൾ മറച്ചു വെക്കാന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് അല്ലേ. സോറി. അമ്മ എനിക്ക് പ്രാവീൺ ഇംഗ്ലീഷ് അറിയാം. പിജിയൻ, PIGEON. ശരിയല്ലേ അമ്മ? കരയണ്ട. മോൻ എന്താ ഇത് അന്ന് പറയാത്ത? മനു മറന്നുപോയി അമ്മ, ഇനിയും മറക്കില്ല. സോറി മോനു. അച്ഛൻ്റെ മോന പീജിയൻ. ഒരു പാവം പ്രാവിന്റെ പേരാ. ചുമ്മാ അല്ല വിറ്റുന്ന നിലത്തേക്കാത്ത. കൃഷ്ണ, ചുമയ്ക്കുള്ള മരുന്നുണ്ടോ? ഇല്ല, ചുമ കുറയാനുള്ള മരുന്നുണ്ട്. വേണ്ട വിശ്വാസായി ഇപ്പൊ തരാം. അതെ, ഈ മരുന്ന് വെള്ളത്തിലിട്ട് 2 തവണ ആവി പിടിക്കും. ഇത് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. എത്രയായി? 51 ആദ്യം. ശരി. ഗുഡ് മോർണിംഗ് മുതലാളി. അത്ര ഗുഡ് മോർണിംഗ് ഇല്ല. ഇന്നലെ നീ എന്താ പറയാണ്ട് ലീവ് എടുത്ത്? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടേനു. ഫോണിൽ കൂടെയാണോ ലീവ് ഉണ്ടാക്കണം? അല്ല, നിങ്ങളെ മുഖത്ത് വയ്ക്ക് എനിക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്. അയ്യോ, സത്യത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ലീവാക്കി. എന്ത് സാഹചര്യം? അല്ല, ഉമ്മേരെ പിറന്നാളേനു. അപ്പോൾ വാപ്പ ലീവാക്കി, ഞാൻ ലീവാക്കിയില്ല. ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടില്ലേ. മനസ്സിലാവാഞ്ഞോണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വരുന്നുണ്ടോ? ഞാൻ ചോറൊക്കെ കൊണ്ടുവന്നുണ്ട്. ഓ, കുറച്ച് നേരം കടയിൽ നോക്കാൻ പറ്റും? അതിനെന്താ, എനിക്ക് ടൗണിൽ പോയി സ്റ്റോക്ക് എടുക്കാനുള്ള. എടുത്തോളി. ഇന്നിപ്പോൾ എൻ്റെ തലയിലായി. 2 ദിവസമായിട്ട് നല്ല കോളാണല്ലോ അല്ലേ? കാലം തെറ്റിയ മഴ, ഒടുക്കത്തെ ചൂട്, കാറ്റ്, എന്തുകൊണ്ട് സൂക്കട്ട് പടരാൻ പറ്റിയ സാഹചര്യമാണ്. വരുന്ന വഴിക്ക് മുതലാളി ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ചവറ് കൂമ്പാരം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്തിനു? പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക. ദുഷ്ടത്തരം പറയേണ്ട, സാധനങ്ങൾ റാക്കിലിട്ട് അപ്പോഴേക്ക് ദുഷ്ടത്തരം. എൻ്റെ തീറ്റി. ഇന്നലത്തെ ബിരിയാണി നിങ്ങൾക്കും കൂടി ഉണ്ട്. എൻ്റെ പട്ടി തിന്നു. സ്മെല്ലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആദ്യം എൻ്റെ ലൈലയ്ക്കൊരു ഫോണ്, എന്നിട്ട് പണി. ചേട്ടാ, അതെ, എൻ്റെ വയറ്റിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിൽക്കുക. കുറച്ച് നേരം ഇരിക്കാൻ പറയും. ഒരു പച്ച ഗുളികയുണ്ട് ഇവിടെ, അത് കുടിച്ചാൽ അപ്പം മാറും. പിന്നെ നിങ്ങളാട് കയറി എടുത്തോളി. നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് പെട്ടെന്ന് എടുത്തുക. എന്നാൽ ഞാൻ എടുത്തു തരുന്നവരെ കാത്തിക്കും. ഗ്യാസിൻ്റെ ഗുളിക, എന്നിട്ട് ഒന്നെ പഠിപ്പിക്കുക. അല്ല, ഇവിടുന്ന് ഏത് ഭാഗത്താണ് എടുത്തു തരല്ലേ? അവിടെ അത് 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 ആ ഇതോ? ഇത് പച്ചയാ? ഇതല്ലേ? അതന്നെ. ഇതാ പേരെന്താണ്? ശുക്കൂർ. ആ, അപ്പം പച്ച മതി, പെട്ടെന്ന് മാറി കിട്ടും. ആ, കണ്ടില്ലേ? കണ്ടപ്പോൾ തന്നെ മാറുന്നുണ്ടല്ലേ? അതാ പറഞ്ഞേ, ഭയങ്കര സ്പീഡാ എടുത്ത് വിളിക്കും. വേണ്ടേരി, എവിടെ പൈസ കൊടുക്കുന്നത്? ഇതാടെ 12 റുപ്യ. മാമനല്ല അരവിന്ദ്. അച്ഛാന്ന് കളിക്കാൻ ഞാൻ നന്നായി. ആ മോള് അതിൻ്റെ ഇടയ്ക്ക് ഒരു തെണ്ടി ഗുളിക വാങ്ങാൻ വന്ന്. ആ, ഓഫീസിലെത്തിയോ? ഞാനെത്തി. ഞാൻ ഇവിടെ പഴയ മയത്തിൻ്റെ നോക്കളത്രം പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് 2 കമ്പനിയുടെ ഉണ്ട്. 2ൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. എന്നിട്ട് ഏതാന്ന് തീരുമാനിച്ചിട്ട് പറയും. പൈസ ഒന്നും വേണ്ട, എനിക്കിവിടെ മരുന്നൊക്കെ ഫ്രീയാ. ഞാൻ ഈ ഷോപ്പ് തന്നെ മറച്ചു വിട്ടാലും മുതലാളി ഒന്നും പറയില്ല. അത്രയ്ക്ക് ഫോൺ. ഓ
ഓക്കെ ഓക്കെ ഓയിൽമെന്റ് 2 നേരം കുടിക്കി അല്ലല്ല പെരട്ടി വെക്കാൻ എന്നാ ശരിയാ. മനുവിന് കിട്ടിയില്ലല്ലേ? ആ ഞാനും നോക്കിയായിരുന്നു. ആലീസിനും ഇല്ല. ആന കള്ളന്മാരാ ഇവരൊക്കെ. ലോട്ടാണത്രേ ലോട്ട്. നല്ല ഡൊണേഷൻ കൊടുത്താൽ താനെ ലോട്ടിൽ പേര് വരും. അല്ലെങ്കിൽ പിന്നെ അവരുടെ സഭയിൽ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ കാര്യം തന്നെ കണ്ടില്ലേ, പറയുമ്പോൾ എല്ലാവരും ക്രിസ്ത്യാനികളാ. പക്ഷെ ആരെയൊക്കെ എടുത്താലും മറ്റു സഭയിലുള്ളവരെ ഇവരെടുക്കില്ല. ചാക്കോച്ചൻ പറയുന്നേ കറക്റ്റ്. ഇപ്പൊ എവിടെ ചെന്നാലും പാരന്റ്സിന്റെ സാലറി സർട്ടിഫിക്കറ്റ്, പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ, ഇതൊക്കെയാ ചോദിക്കുന്നത്. അതൊക്കെ ചുമ്മാ തന്നെ. ഈ ലിസിയുടെ മോന് സെന്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടിയത് എങ്ങനെയാ? അവളുടെ ഹസ്ബൻഡ് സ്കൂളിൽ പോലും പാസ്സായിട്ടില്ല. അതെ, അവളുടെ പപ്പ മിനിസ്റ്ററെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചതാ. അല്ലെങ്കിൽ പിന്നെ എന്റെ മോൾ ആലീസിന് സെലക്ഷൻ കിട്ടാതിരിക്കോ? അവള് സ്മാർട്ടാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. മനു എന്താ മോശം? ആന കള്ളന്മാര്. നമ്മുടെ കുട്ടികളെ ഇവിടെയൊക്കെ പഠിപ്പിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലിസി, ഇരിക്കും. അല്ല നിങ്ങളെ ഭാര്യയ്ക്കാരാ പ്രിയാന്ന് പേരിട്ട്? അതെ, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോവാം. ഓ. കഴിയുന്നിടത്തോളം ഇതൊന്ന് കൊളാക്കി തരാം. ഓ പൈസ വെച്ചി നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നോക്കി പോയിക്കോളി. പാണ്ടിയിലൊരു തലങ്കം വെലങ്കം പോണാ. പോടാ. അരവിന്ദ, മേനോൻ സാർ, ഇന്നലെ ബ്ലോസം സ്കൂളിലെ റിസൾട്ട് വരുന്നു പറഞ്ഞ് ചെന്ന് നോക്കിയോ? അത് ശരിയായില്ല സാറേ. എന്ത് പറ്റി? ഇത്തവണ അവനെ ഒരു കിളി ചതിച്ചു. വിജിയോൺ. കാക്കയല്ലേ? കാക്കയല്ലടാ, മുല്ലാക്ക. ഈ സ്കൂൾ അഡ്മിഷൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ എല്ലായിടത്തെയും പോലെ പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വേണം. വല്ല മന്ത്രിയോ MLA യോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും. മന്ത്രി ഇല്ലേ, ഒരു മുക്കറി ഉണ്ടാവുക മതിയാവുക പോരെ? അങ്ങനെ ആരെയും പരിചയം? അച്ഛന്മാരെ പരിചയമുണ്ടോ? അച്ഛന്മാരോ? അതല്ല, പള്ളിയിൽ അച്ഛന്മാര്, വല്ല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും. ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നിരുന്ന. ആ. 1 മാസമായിട്ട് ഇപ്പോൾ വരണമില്ല. ആ മരുന്ന് ഫലിച്ച്. അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടായിരുന്നു. ചവിട്ട് വെച്ചെന്നാണോ? ഇവന്റെ ഒരു കാര്യം. ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ശരി. ആ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യ. ആ, മേനോൻ സാറിന് മരുന്ന് വെച്ച് കൊടുക്കും. ശരി എന്നാ. ആസ്മേന്റെ ഗുളിയല്ലേ നിങ്ങൾക്ക് വേണ്ടേ? താൻ വാങ്ങിക്കും എൻ്റെ അടുത്ത്. എനിക്ക് വയറ്റുപോക്കിന്റെ ഗുളികയാണോ? 2-നും 1 തന്നെയാ കൊടുക്കല്. ഒന്ന് പോടാ. ലിസി, അലന് സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്ത സാറില്ലേ? ജോർജ് സാറാണോ? ആ. പുള്ളി ഇപ്പോൾ കോഴിക്കോടാ. എന്തു പറ്റി? അല്ല, മനുവിന് ഒരാളെ വെക്കാൻ ആലോചിക്കുന്നുണ്ട്. അതാണോ കാര്യം? എനിക്കറിയാവുന്ന 1-2 പേരുണ്ട്. ഞാൻ നമ്പർ ആ, തരാം. ശരി. മനുവിന്റെ അഡ്മിഷൻ ശരിയായില്ല അല്ലേ? ഏയ് അതല്ല, ഇപ്പോഴത്തെ പ്ലേ സ്കൂൾ നല്ലതാ. വീട്ടിന്റെ അടുത്തല്ലേ. അടുത്ത കൊല്ലം വേണമെങ്കിൽ അവിടെ തന്നെ പഠിക്കാലോ. പിന്നെ ഈ ട്യൂഷൻ? അത് അരവിന്ദേട്ടന്റെ നിർബന്ധമാ. എന്താ മോളെ നീ ഇന്നലെ വിളിക്കാത്തെ? ഇല്ലമ്മേ, ഞാൻ എന്തായി അവന്റെ കാര്യം? ഇനി വേറെ സ്കൂൾ നോക്കണം. അപ്പോ അതും ശരിയായില്ലേ? ഇല്ല. സാരമില്ല, മനുവിനെ കൂട്ടിയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. കുറച്ചു കാലയില്ലേ കണ്ടിട്ട്. മോളെ, നീ മനുവിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരൂ. അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. ഞാനിവിടെ ഓരോരോ കാര്യത്തിന് ഓടി നടക്കുക. അതിലാർക്കും ഒരു വിഷമവും ഇല്ല. അച്ഛനവന്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടന്നാ മതിയല്ലോ. നാളെയും കഴിഞ്ഞ് 2 ദിവസത്തേക്ക് അവധിയല്ലേ? അതാ അച്ഛൻ പറഞ്ഞത്. നോക്കട്ടെ അച്ഛാ, മനുവിന് ട്യൂഷനൊക്കെ ശരിയാക്കാനുണ്ട്. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റണേ. എന്നാ വരാൻ പറ്റാന്ന് ഞാൻ വിളിച്ച് പറയാം അച്ഛാ. ഇവിടെ അഡ്മിഷന്റെ കാര്യവും ഓഫീസിലെ തിരക്കോ എല്ലാം കൂടി ഒരുമിച്ച് വന്നോണ്ടാ. ആ, അത് മതി. ശരി അച്ഛാ, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം.